3 പ്രഭാഷണങ്ങൾ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന് നജാഷി രാജാവിന്റെ മുമ്പിൽ നീഗസ്, മറ്റൊന്ന് ഹെരാക്ലിയസ് രാജാവിന്റെ മുമ്പിൽ, മറ്റൊന്ന് ബഗാൻ മുമ്പിൽ. ഈ 3 പേരുടെയും മുമ്പിൽ 3 പ്രഭാഷണങ്ങൾ നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒന്ന് സഹാബികൾ ഹിജ്റ പോയ അബിസീനിയയിൽ, ആ രാജ്യം ഭരിക്കുന്നത് നജാഷിയാണ്. നജാഷിയുടെ മുമ്പിൽ ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നജാഷിയുടെ മുമ്പിലേക്ക് ജഅഫർ റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുകയാണ്. അവിടെ അഭയം നൽകിയ പരിശുദ്ധ നബിയുടെ സഹാബത്ത്, ആ സഹാബത്തിനെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ ഖുറൈശികൾ അങ്ങോട്ടും വന്നിരിക്കുകയാണ് ശല്യവുമായിട്ട്. ജഅഫർ റളിയല്ലാഹു അൻഹു നബിയുടെ പിതൃവ്യനാണ്. അബ്ദുൽ മുത്തലിബിന്റെ കുടുംബത്തിൽപ്പെട്ടയാളാണ്, മകനാണ്. ആ ജഅഫറിനെ നോക്കി റസൂല് പറയുമായിരുന്നു, ജഅഫറേ, നിങ്ങൾ രൂപത്തിലും എന്നെപ്പോലെ, നിങ്ങൾ പ്രകൃതത്തിലും എന്നെപ്പോലെ. പരിശുദ്ധ നബിയുടെ കുടുംബാംഗമായ ജഅഫർ റളിയല്ലാഹു അൻഹു, അബൂ താലിബിന്റെ മകനായ ജഅഫർ റളിയല്ലാഹു അൻഹു, അബ്ദുൽ മുത്തലിബിന്റെ പൗത്രനായ ജഅഫർ റളിയല്ലാഹു അൻഹു. ആ ജഅഫറാണ് നജാഷി രാജാവിന്റെ മുമ്പിൽ ചെന്നുകൊണ്ട് സഹാബികൾക്ക് വേണ്ടിയിട്ട് നജാഷി രാജാവിനോട് നീഗസിന്റെ മുമ്പിൽ വാദിക്കുന്നത്. നീഗസ് ആ സമയത്ത് ഖുറൈശികളുടെ നേതാവിനെ വിളിച്ചു. ഖുറൈശികളുടെ നേതാവ് സംസാരിച്ചു. ഈ ആളുകൾ ഞങ്ങളുടെ നാട്ടിൽ പുതിയ സിദ്ധാന്തവുമായിട്ട് വന്നവരാണ്. ഈ ആളുകളെ ഞങ്ങൾക്ക് വിട്ടുതരണം, അവർ ഞങ്ങളുടെ നാട്ടുകാരാണ്. നീഗസ് രാജാവ് ജഅഫറിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ജഅഫർ വിശദീകരിക്കുക, ഈ പറയുന്നത് എന്താണ്? ജഅഫർ റളിയല്ലാഹു അൻഹു നീഗസ് രാജാവിന്റെ കൊട്ടാരത്തിൽ എഴുന്നേറ്റ് നിന്നു. ചരിത്രകാരൻ രേഖപ്പെടുത്തുകയാണ്, അനുകൂലമായ വിധി പറയിപ്പിക്കാൻ വേണ്ടി നീഗസ് രാജാവിന്റെ കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥർക്ക് ഖുറൈശികൾ കൈക്കൂലി പോലും കൊടുത്തിരുന്നു, അഴിമതി പോലും നടത്തിയിരുന്നു. പക്ഷേ നീഗസ് പറഞ്ഞു, ജഅഫറെ നിങ്ങൾ സംസാരിക്കുക. ജഅഫർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഇവർ പറഞ്ഞതൊക്കെ ശരിയാ, ഞങ്ങളൊരു പുതിയ സിദ്ധാന്തവുമായിട്ട് തന്നെ വന്നതാ. പക്ഷേ അതിനു മുമ്പുള്ള അവസ്ഥ എന്തെന്നറിയുമോ? ഞങ്ങൾ പരസ്പരം കടിച്ചു കീറിയിരുന്നു, അന്യായമായ ആളുകളെ കൊന്നിരുന്നു, ഒട്ടകം വേലിചാടിയതിന്റെ പേരിൽ യുദ്ധം ചെയ്തിരുന്നു. അയൽപക്കക്കാരനെ, ശത്രുവിനെ കിട്ടിയില്ലെങ്കിൽ അയൽവാസിക്കെതിരെയെങ്കിലും ഞങ്ങൾ ആയുധം മൂർച്ച കൂട്ടിയിരുന്നു. പക്ഷേ അങ്ങനെയിരിക്കെ ഞങ്ങൾക്കിടയിൽ അല്ലാഹു അവന്റെ തിരുദൂതരെ നിയോഗിച്ചു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദൈർഘ്യം ഭയന്നിട്ട് ആ പ്രഭാഷണത്തിന്റെ ഭാഗങ്ങൾ തൽക്കാലം നമ്മൾ വിടുക. സൂറത്തു മറിയമിന്റെ ഭാഗങ്ങൾ ഓതി കേൾപ്പിച്ച് ജഅഫർ റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ സാക്ഷാൽ ദൂതൻ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് നീഗസ് രാജാവിന്റെ 2 കണ്ണുകളിൽ നിന്നും അദ്ദേഹം കണ്ണുനീർ തൂകിക്കൊണ്ട് സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു. ഇത് യേശുവിന് വന്ന ദൈവദൂതനാണ്, ഇത് ഈസാ നബിക്ക് ശേഷം വരേണ്ട അന്ത്യപ്രവാചകനാണ്, മുഹമ്മദ് മുസ്തഫ. നബിയുടെ കാലഘട്ടത്തിൽ 2-3 രാജാക്കന്മാർ അവിടുത്തെ വ്യക്തിത്വത്തെ ഓർത്ത് അകലെയിരുന്ന് വിലപിച്ച ഈ രംഗം മദീനയിലേക്കുള്ള പാതയിൽ മാത്രമല്ല, ചരിത്രത്തിന്റെ ഓരോ നാഴികയിലും ഓർക്കുമ്പോൾ രോമാഞ്ചമുണ്ടാകുന്ന സംഭവമാണ്. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നീഗസ് മരണപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ പരിശുദ്ധ നബി നീഗസിന് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കുകയുണ്ടായി. നീഗസ് സിംഹാസനത്തിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിലൂടെ കണ്ണുനീര് ചാലിട്ടൊഴുകി. ഇത് യഥാർത്ഥ ദൂതൻ തന്നെ. എന്നിട്ട് നബിയുടെ അനുയായികളെ, സഹാബികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ രാജ്യത്ത് നിങ്ങൾ സ്വൈരമായി കഴിഞ്ഞുകൊള്ളുക. ഖുറൈശികളുടെ അടവുകൾ പരാജയപ്പെട്ടു. മറ്റൊന്ന് ഹെരാക്ലിയസിന്റെ മുമ്പിൽ അബൂ സുഫിയാൻ, ഹെരാക്ലിയസ് പേർഷ്യൻ ചക്രവർത്തി, അദ്ദേഹത്തിന്റെ മുമ്പിൽ അബൂ സുഫിയാൻ ചെന്നുകൊണ്ട് ആവലാതി പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കൂട്ടർ വന്നിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. ചരിത്ര വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഹെറാക്ലിയസിന്റെ മുമ്പിലുള്ള അബൂ സുഫിയാന്റെ പ്രസംഗം. അബൂ സുഫിയാൻ നബിയുടെ എതിരാളിയായിരുന്നു അന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ അബൂ സുഫിയാനെ നിർത്തിക്കൊണ്ട് ഹെറാക്ലിയസ് പേർഷ്യൻ ചക്രവർത്തി ചോദിച്ചു, എന്റെ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകണം. അബൂ സുഫിയാന്റെ കൂടെയുള്ളവരോട് ഹെറാക്ലിയസ് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ മറുപടിയിൽ വല്ല തെറ്റുമുണ്ടെങ്കിൽ നിങ്ങളതെന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. അതുകൊണ്ട് ചരിത്രകാരൻ രേഖപ്പെടുത്തുകയാണ്, അബൂ സുഫിയാൻ സത്യം പറയാൻ നിർബന്ധിതനായി. കൂടെയുള്ള ഖുറൈശികൾ അറിയും, അവർ തിരുത്തും, അതുകൊണ്ട് സത്യം പറയാൻ നിർബന്ധിതനായി. ആദ്യത്തെ ചോദ്യം, സുന്ദരിമാർ വെഞ്ചാമരം വീശുന്ന പേർഷ്യൻ കൊട്ടാരം, ഇന്നത്തെ അമേരിക്ക പോലെയുള്ള അന്നത്തെ വൻശക്തിയാണ് പേർഷ്യയെന്ന് ഓർക്കണം. ആ വൻശക്തിയുടെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഹെരാക്ലിയസ് ചോദിച്ചു, ഈ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി ഏതുതരം കുടുംബത്തിലാണ് ജനിച്ചത്? ഉയർന്ന കുടുംബത്തിലോ താണ കുടുംബത്തിലോ?
ഉടൻ തന്നെ അബൂ സുഫിയാന്റെ മറുപടി, അറേബ്യയിൽ ഞങ്ങളുടെ നാട്ടിൽ ആ നബി ജനിച്ചതിനേക്കാൾ ഉത്കൃഷ്ടമായ മറ്റൊരു കുടുംബമില്ല. അത് ഏറ്റവും ഉന്നതമായ തറവാടാണ് ഖുറൈശികളുടെ. ഹാഷിമി കുടുംബത്തിലാണ് മുഹമ്മദിന്റെ ജന്മം സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരി, ഹെറാക്ലിയസിന്റെ ഇന്റർവ്യൂവിലെ രണ്ടാമത്തെ ചോദ്യം, ഈ നബിയുടെ കുടുംബത്തിൽ മുമ്പ് വല്ല രാജാക്കന്മാരും കഴിഞ്ഞുപോയിട്ടുണ്ടോ? അബൂ സുഫിയാന്റെ മറുപടി, ഇല്ല, ഈ നബിയുടെ മുമ്പ് രാജാക്കന്മാരൊന്നും കഴിഞ്ഞുപോയിട്ടില്ല. ഞാൻ വീണ്ടും മൗലാന അലീമിയാനെ ഓർക്കുകയാണ്. അലീമിയാൻ ഒരു സ്ഥലത്ത് എവിടെയാണെന്ന് ഓർമ്മയില്ല. ഈ മറുപടി എടുത്തുകൊണ്ട് ഇന്നത്തെ രാഷ്ട്രീയത്തെ ആ ഉത്തരവും ചോദ്യവുമായിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. അധികാരം തേടുന്ന രാഷ്ട്രീയവുമായി, അധികാരത്തിന്റെ ശക്തിവിശേഷങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ ചോദ്യമെന്ന് അലീമിയാൻ വിശദീകരിക്കുന്നു. ഹെറാക്ലിയസ് രാജാവ് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഈ പ്രവാചകൻ മുമ്പെങ്ങാനും ഈ അബൂ സുഫിയാൻ നിങ്ങളുടെ എതിരാളിയായ ഈ പ്രവാചകന്റെ കുടുംബത്തിൽ മുമ്പ് വല്ല രാജാക്കന്മാരും കഴിഞ്ഞുപോയിട്ടുണ്ടോ? അബൂ സുഫിയാന്റെ മറുപടി, ഇല്ലേ, ഇല്ല. ശരി, മൂന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ അറിവിൽ ഈ നബി മുമ്പ് വല്ല കള്ളവും പറഞ്ഞു പോയിട്ടുണ്ടോ? അബൂ സുഫിയാന്റെ മറുപടി, ഇല്ല, ഇത്ര സത്യസന്ധനായ ഒരാളെ ഞങ്ങളുടെ കാലത്ത് കണ്ടിട്ടില്ല. നാവെടുത്താൽ സത്യമല്ലാതെ പറയാത്ത സാദിഖുൽ അമീനാണ് മുഹമ്മദ് മുസ്തഫ. 5-6 ചോദ്യം കഴിഞ്ഞിട്ട് ഹെറാക്ലിയസ് അങ്ങോട്ട് മറുപടി പറയാൻ തുടങ്ങി. ഹെറാക്ലിയസ് പറഞ്ഞു അബൂ സുഫിയാനോട്, അബൂ സുഫിയാൻ, ഞാൻ നിങ്ങളോട് ആദ്യം ചോദിച്ചതെന്താ? ഈ നബി ഏതുതരം കുടുംബത്തിലാണ് ജനിച്ചത്? നിങ്ങൾ പറയുന്നു ഉത്കൃഷ്ട കുടുംബത്തിൽ. ഞാൻ അതിലൂടെ അറിയാൻ ആഗ്രഹിച്ചത് ഇത്രമാത്രമാണ്, ഈ നബി ഒരു താണ കുടുംബത്തിൽ ജനിച്ചിട്ട് മുകളിലോട്ട് വന്നിട്ട് ആധിപത്യം കരസ്ഥമാക്കാനാണോ ഈ പ്രവാചകത്വം വാദിക്കുന്നത് എന്ന് ഞാൻ പരീക്ഷിക്കുകയായിരുന്നു. താണ കുടുംബത്തിൽ ജനിച്ചിട്ട് ആ കുടുംബത്തിന്റെ ജന്മത്തിന്റെ താഴ്ച കളയാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ നേതൃത്വം പിടിച്ചു പറ്റാൻ അതിനുവേണ്ടിയുള്ള ശ്രമമാണോ? അപ്പോൾ അതല്ലെന്ന് എനിക്ക് ബോധ്യമായി. രണ്ടാമത്തെ എന്റെ ചോദ്യം എന്തായിരുന്നു? അബൂ സുഫിയാൻ, ഈ നബിയുടെ മുമ്പ് കുടുംബത്തിൽ വല്ല രാജാക്കന്മാരും വന്നു പോയിട്ടുണ്ടോ? ആ ചോദ്യത്തിലാണ് വിശ്വപ്രശസ്ത ചിന്തകനും പണ്ഡിതനുമായ അലീമിയാൻ പിടിക്കുന്നത്. ഹെറാക്ലിയസ് പറഞ്ഞു, ഞാൻ അതിലൂടെ ഉദ്ദേശിച്ചത് ഈ നബി തന്റെ കുടുംബത്തിലെ പൂർവീകർക്ക് നഷ്ടപ്പെട്ട രാഷ്ട്രീയ അധികാരം തിരിച്ചു പിടിക്കാനാണോ ഈ പ്രവാചകത്വം വാദിക്കുന്നതെന്നാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഈ നബിയുടെ കുടുംബത്തിൽ മുമ്പ് അങ്ങനെയുള്ളവരൊന്നും കഴിഞ്ഞു പോയിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയ അധികാരം പിടിച്ചടക്കാനുമല്ല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മറുപടി എന്ന് എനിക്ക് ബോധ്യമായി. അലീമിയാൻ അതിനനുബന്ധമായിട്ട് പറയുകയാണ്, ഈ ചോദ്യം ആധുനിക രാഷ്ട്രമീമാംസയുടെ ചരിത്രത്തിൽ പ്രധാനമാണ്. അതിനുള്ള ഉത്തരം പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ പ്രധാനമാണ്. സത്യസന്ധനായ ദൈവദൂതൻ, മനുഷ്യരുടെ മോചനത്തിന്റെ ദൗത്യമേറ്റെടുത്ത ഒരു ദൈവദൂതൻ, ആ ദൈവദൂതൻ താൽക്കാലികമായ താൽപര്യങ്ങൾക്ക് അടിമപ്പെടുകയില്ല. ആ ദൈവദൂതൻ ഭൗതികമായ ശക്തിവിശേഷങ്ങൾക്ക് അടിമപ്പെടുകയില്ല. ആ ദൈവദൂതൻ ഇരുലോകങ്ങളുടെ നന്മയിൽ ഈ ലോകത്തിന്റെ നന്മ നാളത്തെ ലോകത്തേക്ക് നയിക്കേണ്ടവനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഹെറാക്ലിയസിന്റെ